വയനാട് വള്ളിയൂർക്കാവ് ചെറിയ പാലത്തിന് സമീപം യുവാവിനെ പുഴയിൽ കാണാതായി. കമ്മന പയ്യപ്പള്ളിയിൽ അതുൽ പോൾ ആണ് അപകടത്തിൽപ്പെട്ടത്. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തിരച്ചിൽ തുടരുന്നു. ഞാനശാന്റെ മുകളിൽ ഒച്ചപ്പാട് കേട്ട് താഴേക്ക് ഒന്ന് പാറ പുഴയിൽ പോയെന്ന് പറഞ്ഞു. ഞാൻ അവിടുന്ന് സൗണ്ട് കെട്ടിയ താഴേക്ക് ഓടി. അവിടുന്ന് ചാടി എൻ്റെ തൊട്ടടുത്ത് ഒന്ന് പ്രാവശ്യം ഒന്ന് പൊങ്ങി അടുത്തേക്ക് നീന്തി അടുത്തേക്ക് വന്നു. മുകളിലേക്കാണ് നീന്തേണ്ടത്. നല്ല ഒലിപ്പാണ്. രണ്ടാമത് വന്ന് അടുത്ത് എൻ്റെ കയ്യിൻ്റെ അടുത്തെത്തിപ്പിച്ച് മുങ്ങി. അവിടെ നല്ല ചുഴിയായിരുന്നു, കിട്ടിയില്ല. ആഷിഖ് റഹ്മാൻ ഉണ്ട് വിവരങ്ങളുമായി. ആഷിഖ്, ഈ അപകടം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? എന്തെങ്കിലും സൂചനകൾ ലഭിക്കുന്നുണ്ടോ? രക്ഷാപ്രവർത്തനം എങ്ങനെ പോകുന്നു? അഖില, ഇന്ന് രാത്രിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. അല്പസമയം മുമ്പ് ഏകദേശം ഒരു 9 മണിയോടെയാണ് എന്നാണ് മനസ്സിലാക്കുന്നത് ഈ ഒരു അപകടം നടക്കുന്നത്. ഈ കൂട്ടുകാരുടെ കൂടെ നടന്നു പോവുകയായിരുന്നു അതിലിപ്പോൾ. തുടർന്ന് 2 കൂട്ടുകാർ കൂടെ ഉണ്ടായിരുന്നു. തുടർന്ന് ഈ ചെറിയ പാലത്തിന് സമീപം എത്തിയ സമയത്ത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ അദ്ദേഹം എടുത്തു ചാടിയതാണ് എന്നൊരു കാര്യം ഇപ്പോൾ കേൾക്കുന്നുണ്ട്. അതിൽ വ്യക്തത വരേണ്ടതുണ്ട്. ഇത്തരത്തിൽ കൂട്ടുകാരുടെ കൂടെ പോയ സമയത്ത് ഇത്തരത്തിൽ പെട്ടെന്ന് എടുത്തു ചാടിയെന്നാണ്, പെട്ടെന്നുണ്ടായ എന്തോ പ്രകോപനത്തിന്റെ ഭാഗമായി എടുത്തു ചാടിയെന്നാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്നത്. എന്തായാലും അവിടെ ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും തിരച്ചിൽ നടത്തുന്നുണ്ട്. അവിടെ തിരച്ചിലിന് എത്തി, അല്ലെങ്കിൽ ഈ അതുൽ പോളിനെ രക്ഷപ്പെടുത്താൻ ഏകദേശം എത്തിയ ഒരു വ്യക്തിയുടെ പ്രതികരണമാണ് നമ്മളിപ്പോൾ കേട്ടത്. അദ്ദേഹം ഈ ശബ്ദം കേട്ട് താഴത്തേക്ക് പോയി ഈ കുട്ടിയെ അതുൽ പോളിനെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുന്ന സമയത്ത് കഷ്ടിച്ചാണ് അദ്ദേഹം ഈ അതുൽ പോൾ വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. വലിയ ചുഴി അവിടെ ഉണ്ടായിരുന്നു. അതിനാൽ അദ്ദേഹത്തിന് ഇറങ്ങാൻ കഴിഞ്ഞില്ല എന്നും പറയുന്നുണ്ട്. തുടർന്ന് നാട്ടുകാരടക്കം അവിടെ ഇപ്പോൾ തെരച്ചിൽ നടത്തിയെങ്കിൽ പോലും ഇതുവരെ മൃതദേഹം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പോലീസും ഫയർഫോഴ്സും എല്ലാം അവിടെയുണ്ട്. ഇന്ന് രാത്രിയോടുകൂടി തെരച്ചിൽ ദുഷ്കരമാണെന്ന് മനസ്സിലാകുന്നു. തുടർന്ന് നാളെ രാവിലെയും ഈ ഒരു തെരച്ചിൽ തുടരാനാണ് തീരുമാനം. അതുൽ പോളിന് 19 വയസ്സ് മാത്രമാണുള്ളത്. എന്തായാലും ഈ തെരച്ചിൽ നാളെയും തുടരുമെന്നാണ് ഇപ്പോൾ പോലീസും ഫയർഫോഴ്സും അറിയിക്കുന്നത്. അഖില, ശരി. വയനാട് വള്ളിയൂർക്കാവിലാണ് സംഭവം. യുവാവിനായുള്ള തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ആഷിഖ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത്.